എൻ്റെ പേര് റീസ ജോർജ്. ഞാൻ ഈ മാടമന ഇടവകയിലെ പുറത്തുനിന്ന് കെട്ടിവന്ന വ്യക്തിയാണ്. 24 കൊല്ലമായി ഞാനിവിടെ വന്നതിന് ശേഷം. ഞാൻ തിരുവാല സഖ്യം തൊട്ട് പ്രവർത്തിക്കുന്നതാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഈശ്വര ദിവ്യകാരുണ്യത്തിന് സത്യവിശ്വാസികളായ കുടുംബാംഗങ്ങളല്ലെ, കുടുംബ പാരമ്പര്യം എന്നൊക്കെ ഉണ്ട് പറയുന്നല്ലാതെ ഇവിടെ വന്ന കുടുംബം അങ്ങനെ തന്നെയാണ്. പക്ഷെ കണ്ടില്ല. ഞാൻ 3 ആഴ്ചയും ഞാൻ എല്ലാ ഞായറാഴ്ചയും രാവിലത്തെ കുർബാനയ്ക്ക് വരുന്ന വ്യക്തികളാണ്. അപ്പം ഞാൻ പെരുന്നാൾ കമ്മിറ്റി ഉണ്ട് ഞങ്ങൾക്ക്. സെബസ്ത്യാനൂസിന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ. പെരുന്നാൾ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് 2ാമത്തെ കുർബാനയ്ക്ക് വന്നപ്പോൾ ഇവിടെ വലിയ ക്യൂ ആയിരുന്നു. കഴിഞ്ഞ് അപ്പോൾ അച്ഛൻ സക്രാരിയിലേക്ക് വെക്കാൻ പോയപ്പോൾ ഇങ്ങനെ കാണിച്ചച്ഛൻ. അപ്പോൾ കൊച്ചിൻ്റെ മാതാപിതാക്കളും ഈ കുട്ടി ഇരിക്കുമ്പോൾ ഞാൻ പിന്നെ നമ്മുടെ കാസയുടെ അകത്ത് അച്ഛൻ ടവല് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ച ആ ഒസ്തിയ കാണുന്നത് ദിവ്യകാരുണ്യ ഈശോൻ്റെ. അപ്പോൾ 4ാമത്തെ തുള്ളി ചെറുതും 3 തുള്ളിയേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ പിന്നെ പോയില്ല വീട്ടിൽ. അത് കഴിഞ്ഞ് സക്രാരിയിലേക്ക് വെക്കുന്നവരെ ഞാൻ ഇവിടെ തന്നെ നിന്ന് കരുണക്കൊന്തയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് സക്രാരിയിലേക്ക് വെച്ചതിന് ശേഷമാണ് പോയത്. 2ാമത്തെ ആഴ്ചയും അച്ഛൻ പറഞ്ഞ് പെരുന്നാൾ കമ്മിറ്റി ഉണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെരുന്നാൾ കമ്മിറ്റി അനുസരിച്ച് വന്നു. അപ്പോൾ അന്ന് കണ്ട കാഴ്ച കുറച്ചുകൂടെ ദയനീയമായിരുന്നു. അപ്പോൾ ഞാൻ ആ കൊച്ചിൻ്റെ ലൈനിൽ നേരെ അന്ന് ആ കൊച്ചിന് വായിലാ കൊണ്ടത്, നാവിലാ കൊണ്ടത്. ആദ്യ ദിവസം കയ്യിൽ. അപ്പോൾ എൻ്റെ ഇളയമോ എൻ്റെ മോൻ ഇങ്ങനെ കാണിച്ച്. ഇപ്പം ഈ ചേട്ടൻ്റെ മോൻ അച്ഛനൊക്കെയാണ് അവിടുത്തെ മോള് ഇങ്ങനെ കാണിച്ചപ്പോൾ അവരുടെ ഇതായിരുന്നു കാഴ്ചവെപ്പ്. ഞങ്ങൾക്ക് ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കാണ് അവരുടെ കാഴ്ചവെപ്പായിരുന്നു. അപ്പോൾ ജിസുവാൻറ്റീൻ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവനെ കാണിച്ചപ്പോൾ ഇവനെ കൈയിട്ടൊരു തട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു, നീ ഈശോനെ തട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു അന്ന് തൊട്ട് പിന്നെ ഭയങ്കര സങ്കടവും വെള്ളം പോലും കുടിക്കാതെ നാവിൽ തിരുവസ്തു വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് ഇങ്ങനെ കയ്യിൽ കണ്ടു കഴിഞ്ഞിട്ട് അത് കഷ്ണം, ഒരു നീളത്തിലെ കഷ്ണം ഇട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം 3ാമത്തെ ആഴ്ച വട്ടമായിട്ടുള്ളതല്ല. അപ്പൊ അച്ഛനോട് തോണ്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ തിരിച്ച് ദിവ്യപൂജയുടെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നേച്ചു അച്ഛൻ ഇത് നാവിലേക്ക് തുപ്പി മേടിക്കണേ ഇത് നാവിൽ നിന്ന്. അപ്പൊ ബ്ലഡ് ഉണ്ടായിരുന്നു, കൊച്ചിന്റെ വായിൽ ബ്ലഡ് ഉണ്ടായിരുന്നു. ഈ തുപ്പിയ ബ്ലഡ് ഒരു നീളത്തിൽ കണ്ട്. അപ്പൊ അതങ്ങനെ തന്നെ അച്ഛൻ കൊണ്ടുവന്നേച്ചു. അന്ന് കുറെ അധികം പേരെ കാണിച്ചു കഴിഞ്ഞ് ഒരു 1:30 മണിയോടുകൂടെ ഞാൻ അത് കഴിഞ്ഞു ലാസ്റ്റ് സക്രാരിൽ അടക്കിയ പിന്നെ പോയത് 1:30 മണിയോടുകൂടെ കഴിഞ്ഞു. ഈ പ്രാവശ്യം ഞാൻ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ പെരുന്നാൾ കമ്മിറ്റി ഉണ്ടെന്ന് ഈ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ കുർബാന കഴിഞ്ഞിട്ട് ഈ കൊച്ചാനോട് ഒന്നിച്ചു, അമ്മാമ്മ ഇത് ഇന്നും കണ്ട അഗ്നിസാൻറ്റിയുടെ വായിലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ എങ്ങനെ വന്നെന്ന് പറയാൻ പറ്റില്ല. ഞാൻ വേഗം വീട്ടിൽ നിന്ന് വേഷത്തിൽ അങ്ങോട്ട് ഒരു സാരി വലിച്ചു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാണുന്ന കാഴ്ച ഭയങ്കര ജനങ്ങൾ വന്നു. അപ്പോൾ ഞാൻ ചെന്നിങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് തുള്ളി ഉണ്ടായുള്ളൂ, ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് അവസാനം കണ്ട കാഴ്ച ശരിക്കും വേഗുല മാതാവിൻ്റെ ഹൃദയത്തിലെ ലവ് ചിഹ്നത്തിൽ കട്ടച്ചുവപ്പ്. ഞാൻ 5:30, 5:45 പിതാവിൻ്റെ വണ്ടി അവിടെ കൊണ്ടുവന്ന് ഹൃദയത്തിൻ്റെ രൂപത്തിലായിരുന്നു.